This is day 24 of my YouTube series. So, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വിഷൻ ബോർഡിനെ പറ്റിയും അതെങ്ങനെ ബിൽഡ് ചെയ്യാം, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ലൈക്ക് എന്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ജേർണിയിൽ ലൈക്ക് സെൽഫായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു വിഷൻ ബോർഡ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെപ്പറ്റി ഇന്നത്തെ വീഡിയോ സംസാരിക്കാം. സോ എന്താണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്? നിങ്ങളുടെ ആഗ്രഹങ്ങളും, അതായത് നിങ്ങളുടെ ഗോൾസും, നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ ഇപ്പം വിഷൻ ബോർഡ് കാണിക്കാൻ ഉണ്ടാക്കിയിട്ടില്ല, എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്. സോ ഞാൻ എനിക്ക് ലൈക്ക് എഡിറ്റ് ചെയ്യാത്തതുകൊണ്ട് അതിന് ഇമേജസ് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് തമ്മിൽ കൊടുത്തു. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ബോർഡ് ഉണ്ടാവും, അതിനകത്ത് നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ ഉണ്ടേ, ഇതിപ്പോൾ ഒരു ബോർഡായിട്ട് സങ്കല്പിക്കുക. സോ ഇവിടെ നിങ്ങളുടെ ഫിറ്റ്നസ് ഗോൾസ്, ഇവിടെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾസ്. സോ ആ ഒരു ഇമേജ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കാറിന് ചിഹ്നമാകാം, അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് ഫിസിക്കിന് ചിഹ്നമാകാം, നിങ്ങളുടെ ജിമ്മിൻ്റെ ചിഹ്നമാകാം, ചിഹ്നമല്ല ഫോട്ടോസ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലീസ്, സോ അതിൻ്റെ ഫോട്ടോസ് ആകാം. അങ്ങനെ പല പല ഫോട്ടോസൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു വർഷം എന്തൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഇതിനകത്ത് എഴുതിയിടും, ഇന്ന ഗോൾസ് ഇന്ന ഇയറിൽ കംപ്ലീറ്റ് ചെയ്യണം. സോ അങ്ങനത്തെ ഒരു സംഭവമാണ് വിഷൻ ബോർഡ്. സോ എന്തുകൊണ്ടാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്? ഇത് നിങ്ങളുടെ ഗോൾ സെറ്റിങ്ങിലും പേഴ്സണൽ ഗ്രോത്തിലും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ്. സോ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്? സോ ഇറ്റ് ക്യാൻ ക്ലാരിഫൈ യുവർ ഗോൾസ് ആൻഡ് ഇൻറ്റൻഷൻസ്. അതായത് നിങ്ങളുടെ ഗോൾസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആസ്പിറേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ചും നിങ്ങളുടെ പിൻ പോയിൻ്റ് ആയിട്ടുള്ള സ്പെസിഫിക് ഗോൾസ് ആൻഡ് ഡ്രീംസ് ഒക്കെ കിട്ടും. സോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈക്ക് ഇപ്പോൾ ഈ ഒരു വിഷൻ ബോർഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പം അത് വിഷ്വലൈസ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് കിട്ടുമെന്നാണ്. അപ്പം എപ്പോഴും നമ്മൾ ഈ വിഷൻ ബോർഡിൽ ഇങ്ങനെ ഫുൾ ഡെയിലി അതിപ്പോൾ ഉണ്ടാക്കി, ഇപ്പോൾ നിങ്ങൾ ആക്ഷൻസ് എടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾ ഡെയിലി കാണുമ്പോൾ അത് നിങ്ങൾക്ക് എന്താണ് മോട്ടിവേഷൻ തരും. സോ രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് വിൽ കീപ് യു മോട്ടിവേറ്റഡ്. അതായത് എപ്പോഴും നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കാനുള്ള മോട്ടിവേഷൻ എപ്പോഴും ഉണ്ടാവും. അതായത് ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സ്റ്റഡീസിൽ പ്രൂവൺ ആണ്. അതായത് ഇങ്ങനെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്, ലൈക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് ഇപ്പം ജസ്റ്റ് എഴുതിയിടുമല്ലോ, വിച്ച് ബോർഡായിട്ട് ഫിസിക്കൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ പിന്നെ വീഡിയോ പറയാം. ഫിസിക്കൽ ബോർഡ് ഒരു ബോർഡ് മേടിച്ച് അതിനകത്ത് വിഷൻസ്, നിങ്ങളുടെ ഗോൾസും കാര്യങ്ങളും എഴുതി ഫോട്ടോസൊക്കെ ഒട്ടിക്കുന്ന ആൾക്കാർ അവർ ആക്ഷൻസ് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നിങ്ങൾ എല്ലാ ദിവസവും വിഷൻ ബോർഡ് കാണുമ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. പിന്നെ ഇറ്റ് ആക്ടിവേറ്റ്സ് ദ ലോ ഓഫ് അട്രാക്ഷൻ. അതായത് ലോ ഓഫ് അട്രാക്ഷൻ അറിയാം. അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് ചെയ്തു തരും എന്ന് പറയുന്നൊരു ലോ ഓഫ് അട്രാക്ഷൻ. സോ ആ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന കോൺസെപ്റ്റിനെ കൂടുതൽ ഫോക്കസ് ചെയ്യാനും, ലൈക്ക് അത് നമ്മുടെ ലൈഫിൽ അത് കൊണ്ടുവരും എന്നാണ് വിശ്വസിക്കുന്നത്. സോ ആ ഒരു ലോ ഓഫ് അട്രാക്ഷൻ കുറേയൊക്കെ എത്രത്തോളം സത്യമാണെന്ന് എനിക്കും അറിയില്ല, പക്ഷേ അത് കുറേ ആൾക്കാർക്കൊക്കെ പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ. നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്ന സാധനം, കാരണം നമുക്ക് കൂടുതൽ ആഗ്രഹം ഉണ്ടാവാൻ കാരണം ഫസ്റ്റ് ഡിസയർ ഉണ്ടാവും, ആ ഡിസയറിൽ നിന്ന് ആക്ഷൻസ് ടേക്ക് ചെയ്യും. സോ ആ ആക്ഷൻസ് ടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന് റിസൾട്ട് ഉണ്ടാവും. സോ അത് നമ്മുടെ ഗോൾസ് ആയിട്ട് അച്ചീവ് ചെയ്യും. സോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് നിൽക്കുന്നത്. സോ ഓഫ് കോഴ്സ് ലോ ഓഫ് അട്രാക്ഷൻ നല്ലതാണ്, കാരണം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, കോൺസ്റ്റന്റ് ആയിട്ട്. പക്ഷേ ആഗ്രഹിച്ചാൽ മാത്രം പോലും കേട്ടോ, ആക്ഷൻസ് എന്ന് പറഞ്ഞ സാധനം ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. സോ ആ ഒരു ആക്ഷൻ എടുക്കാനുള്ള ക്രൂഷ്യൽ സ്റ്റെപ്പാണ് ഈ എപ്പോഴും ഡിസയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു കാര്യം എനിക്ക് എപ്പോഴും ചെയ്യണം 24 മണിക്കൂർ അത് തന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ചെയ്തു പോകും. കാരണം ഇപ്പം ഒരു ദിവസം തോന്നി, പിന്നെ തോന്നിയില്ല, പിന്നെ കുറേ ദിവസം വീണ്ടും തോന്നി, അങ്ങനെയാണെങ്കിൽ ശരിയാവില്ല. പക്ഷേ എപ്പോഴും എനിക്ക് ഡെയിലി ജിമ്മിൽ പോകണം ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ജിമ്മിൽ പോകും. അതങ്ങനെയാണ്. സോ പിന്നെ ഈ വിഷൻ ബോർഡിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബൂസ്റ്റ് യുവർ പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ബിലീഫ്. നിങ്ങളുടെ കാരണം ഈ വിഷൻ ബോർഡ് കാരണം നമുക്കൊരു ഒപ്റ്റിമിസം, ലൈക്ക് ഇറ്റ് വിൽ ഗീവ് യു എ സെൻസ് ഓഫ് പോസിബിലിറ്റി ആൻഡ് ഒപ്റ്റിമിസം. അപ്പം ബൈ വിഷ്വലൈസിങ് യുവർ സെൽഫ് യു ക്യാൻ അച്ചീവ് സംതിങ്, ലൈക്ക് അതായത് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ബിലീഫ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസിന് ബൂസ്റ്റ് ചെയ്യാനും, ലൈക്ക് ഇറ്റ് വിൽ ഫോസ്റ്റേഴ്സ് യുവർ കോൺഫിഡൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ. സോ അത് നമുക്കൊരു പോസിറ്റീവ് തിങ്കിങ് മാത്രമല്ല, നമുക്ക് എപ്പോഴും നമ്മുടെ ആഗ്രഹമില്ല, എന്താ പറയുക, നമുക്കൊരു കോൺഫിഡൻസ് വരും. അതന്നെ. പിന്നെ അത് എൻകറേജസ് കൺസിസ്റ്റന്റ് ആക്ഷൻ, അതായത് ആക്ഷൻസ് എടുക്കാനുള്ള ഒരു എൻകറേജ്മെൻറ്റ് എന്താണ് ഈ സംഭവം തരും. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് എ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്. അതായത് നിങ്ങളുടെ ഗോൾസ്, കാരണം വൺസ് നിങ്ങൾ ആക്ഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ ഈ വിഷൻ ബോർഡ് നോക്കിയിട്ട് നിങ്ങൾ മെല്ലെ ആക്ഷൻസ് എടുക്കാൻ, അതിൻ്റെ റിസൾട്ട്സ് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു പ്രൗഡ് ഫീലിംഗ് കിട്ടും. ഓക്കെ, ഞാൻ ചെയ്തത്, എനിക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പം ജിമ്മിൽ പോയി, അപ്പം കുറച്ചൊക്കെ എൻ്റെ വെയിൻസ്, എനിക്ക് തീരെ വെയിൻസ് കാണാത്ത ഒരാളാണ്. അപ്പം ജിമ്മിൽ പോയതിനു ശേഷം ഫോറാംസൊക്കെ ഭയങ്കര ഡെവലപ്മെൻ്റ് അല്ല, ചെറുതായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു റിസൾട്ട് വരാൻ തുടങ്ങി എന്നൊരു എന്താ പറയുക, ആ ഒരു അക്കംപ്ലിഷ്മെൻറ്റിൻ്റെ ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്. അതായത് അതായത് നമുക്ക് ഇനിയും നമ്മളെ പുഷ് ഫോർവേഡ്, അതായത് വീണ്ടും ഇത് ചെയ്യിപ്പിക്കാനുള്ള ഒരു അതിനൊരു സംഭവം അകത്തുനിന്ന് വരുമല്ലോ, നമുക്കൊരു സെൻസ് വരുമല്ലോ. അതായത് നമ്മുടെ കാരണം ഈ പ്രോഗ്രസ് കാണുമ്പോൾ നമുക്ക് ഒരു എക്സ്റ്റേണൽ പുഷ് കിട്ടും. ഓക്കെ, ഇത് വീണ്ടും വർക്ക് ചെയ്യാനുള്ളൊരു പുഷ് കിട്ടും. സോ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് വിഷൻ ബോർഡ് നമുക്ക് സെറ്റ് ചെയ്യണമെന്നുള്ള, എങ്ങനെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. സോ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ്
ഐഡന്റിഫൈ യുവർ ഗോൾസ് ആൻഡ് ഡ്രീംസ്. ഇത് എങ്ങനെ? സോ നെക്സ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇനി എങ്ങനെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാമെന്നതിനെ പറ്റി പറയാം. ഫസ്റ്റ് ഐഡന്റിഫൈ യുവർ ഗോൾസ് ആൻഡ് ഡ്രീംസ്. സോ അതിനകത്ത് റിഫ്ലക്ട് ഓൺ വാട്ട് യു വാണ്ട്. അതായത് നിങ്ങളുടെ ഷോർട്ട് ടേം ഗോൾസും ലോങ് ടേം ഗോൾസും ഉണ്ടാവും. സോ അത് രണ്ടും ഇപ്പം നിങ്ങളുടെ കരിയർ ആവാം, ഹെൽത്ത് ആവും, റിലേഷൻഷിപ്പ് ആവും, പേഴ്സണൽ ഗ്രോത്ത് ആവും, പിന്നെ ഫൈനാൻസ് ആവും, ട്രാവൽ ആകാം. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളുടെ ഫ്ലാഗ് അല്ലെങ്കിൽ അവിടുത്തെ സംഭവം അതൊക്കെ നിങ്ങൾക്ക് വിഷൻ ബോർഡ് ഒട്ടിച്ച് വെക്കാം. ഇന്ന രാജ്യങ്ങളിൽ എനിക്ക് ട്രാവൽ ചെയ്യണം. അങ്ങനെ ഈ വിഷൻ ബോർഡിൽ ഞാൻ നിങ്ങളുടെ ഹെൽത്ത് മാത്രമല്ല, നിങ്ങളുടെ കരിയർ ആകാം, ഹെൽത്ത് ആകാം, റിലേഷൻഷിപ്പ് ആകാം, പേഴ്സണൽ ഗ്രോത്ത് ആകാം, ട്രാവൽ, ഫൈനാൻസ്, എവറി ആസ്പെക്ട്സ് ഓഫ് ലൈഫ് നിങ്ങൾക്ക് ആ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാം. സോ ബി സ്പെസിഫിക്. ഫോർ എക്സാമ്പിൾ ഇപ്പം കുറേ വലിച്ചവരിടുന്നതിന് പകരം സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാൻ നോക്കണം. സോ ഒന്നെങ്കിൽ ഇപ്പം എനിക്ക് ഫിറ്റ് ആകണം എന്നതിന് പകരം കുറച്ചുകൂടെ സ്പെസിഫിക്. ഐ വാണ്ട് ടു റൺ എ ഹാഫ് മാരത്തോൺ. അല്ലെങ്കിൽ എനിക്ക് ഒരു വീട്ടേപ്പർ ബോഡി കിട്ടണം, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് 100 പുഷപ്പ് എടുക്കാം. കുറച്ചുകൂടെ സ്പെസിഫിക് ആകുക. മനസ്സിലായി? ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ നല്ല സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യണം. സ്മാർട്ട് ഗോൾസ് സെറ്റ് ചെയ്യണം. അതിന് സ്മാർട്ട് ഗോൾസ് കുറേ വീഡിയോ പറയണം. പിന്നെ ഗ്യാദർ മെറ്റീരിയൽ. ഫസ്റ്റ് തന്നെ ഒരു ഫിസിക്കൽ ബോർഡ്, അതിപ്പം പോസ്റ്റർ ബോർഡ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ബോർഡ് മേടിക്കുക. പിന്നെ പിൻട്രസ്റ്റ് എന്ന ആപ്പുണ്ട്. പിൻട്രസ്റ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് വേണ്ട ഇമേജസും അതുപോലെ തന്നെ കോഡ്സ്, വേർഡ്സ്, മാഗസിൻസിൽ നിന്നുള്ള വേർഡ്സ്, അതുപോലെ തന്നെ പ്രിന്റഡ് ഫോട്ടോസ്, ഓൺലൈൻ സോഴ്സസ്, അങ്ങനത്തെ ലൈക്ക് പിൻട്രസ്റ്റിലും അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്ക് ഫോട്ടോസിലൊക്കെ കയറിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമേജസും അങ്ങനത്തെ പർച്ചേസ് ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. പിന്നെ അത് ഒട്ടിച്ചു വെക്കുക. പിന്നെ ഒരു ലേഔട്ട് ഉണ്ടാക്കണം. ഫോർ എക്സാമ്പിൾ ഒരു സെൻട്രൽ തീം വേണം. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇപ്പം കരിയറിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഞാൻ പറയട്ടെ, ഇതൊരു ബോർഡ് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഈ സെക്ഷൻ കരിയർ കൊടുക്കാം, ഈ സെക്ഷൻ നിങ്ങൾക്ക് ഹെൽത്ത് മാത്രം കൊടുക്കാം, ഈ സെക്ഷന് ഫൈനാൻസ് കൊടുക്കാം. അല്ലെങ്കിൽ അല്ലാതെ ഇവിടെ ആക്കുന്നതിന് പകരം കുറച്ചുകൂടി സ്പെസിഫിക് ഒരു സെൻട്രൽ തീം. ഇപ്പം ഫോർ എക്സാമ്പിൾ വിഷൻ 2026, ഇപ്പം വിഷൻ 2025 എന്ന് പറഞ്ഞാൽ ഇവിടെ സെൻട്രൽ തീം കൊടുത്താൽ ഇവിടെ കരിയർ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഫൈനാൻസ് കൊടുക്കാം, ഇവിടെ നിങ്ങൾക്ക് ഹെൽത്ത് കൊടുക്കാം, ഇവിടെ റിലേഷൻഷിപ്പ് ഗോൾസ് കൊടുക്കാം, ഇവിടെ പേഴ്സണൽ ഗ്രോത്ത് കൊടുക്കാം, ഇവിടെ ട്രാവൽ ഗോൾസ് കൊടുക്കാം. ഓരോ സെഗ്മെന്റായിട്ട് നിങ്ങൾക്ക് തിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീമിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. പിന്നെ ഒരു ബാലൻസും ക്ലാരിറ്റിയും വേണം. വെറുതെ അങ്ങ് വെട്ടിച്ചൊട്ടിച്ച് കുളമാക്കുന്നതിന് പകരം കുറച്ച് എന്താ പറയുക, ഒരു സെൻട്രൽ തീമിനും അതുപോലെ തന്നെ ഒരു ക്ലാരിറ്റി വേണം. അതായത് ഇന്ന സ്ഥലം കാണുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടണം. ഓക്കെ, ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് ഫീൽ വിഷൻ ബോർഡ് നോക്കുമ്പോൾ ഉണ്ടാവും. എപ്പോഴും ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടാവുള്ളൂ. നെഗറ്റീവ് ഫീൽ ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു വൃത്തികേടായിട്ടാണ്. ഇപ്പം ഓർഗനൈസ് ചെയ്യാതെ വൃത്തികേടായിട്ടാണ് നിങ്ങൾ വിഷൻ ബോർഡ് എവിടെ എന്തൊക്കെയോ ഒട്ടിച്ച് ഒരു ക്ലാരിറ്റി ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തോന്നൂല. അതൊരു അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടൂല. പിന്നെ അഫർമേഷൻസ് ആഡ് ചെയ്യാം, മോട്ടിവേഷണൽ കോട്ട്സ് ആഡ് ചെയ്യാം. പിന്നെ മെയിനായിട്ടുള്ള കാര്യം, നിങ്ങൾ ഈ വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിഷൻ ബോർഡ് മാക്സിമം നിങ്ങളുടെ ഒന്നെങ്കിൽ റൂമിൽ തന്നെ അല്ലെങ്കിൽ ഹാളിലോ അല്ലെങ്കിൽ എല്ലാ ദിവസവും കാണുന്നത്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഈ വിഷൻ ബോർഡോ കാണുന്നെങ്കിൽ അത് വളരെ താല്പര്യം അന്നത്തെ ദിവസം ആക്ഷൻ ചെയ്യാൻ നമുക്ക് കൂടുതൽ പ്രേരണ കിട്ടും. സോ മാക്സിമം എത്രത്തോളം വിസിബിളായ സ്ഥലങ്ങളിൽ ഈ സംഭവം അസംബിൾ ചെയ്യാൻ നോക്കുക. പിന്നെ വിഷൻ ബോർഡ് റെഗുലറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റമൊക്കെ കൊണ്ടുവരും. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്കൊരു ഫിസിക്കലി ഫിറ്റ് ആവണം. പക്ഷേ ഫിസിക്കലി ഫിറ്റ് ആണോ അല്ല, ഇപ്പം എനിക്കിപ്പോൾ ഒരു നെവർ മൂവ് അവരുടെ എക്സാമ്പിൾ എടുക്കാം. അതായത് നിങ്ങളൊരു 1/2 കിലോമീറ്റർ മാരത്തോൺ റൺ ചെയ്യണം. നിങ്ങളത് അച്ചീവ് ചെയ്താൽ ഓക്കെ, ഹാഫ് എന്ന് അത് കൂട്ടാം, 1 കിലോമീറ്റർ റൺ അങ്ങനെ ആക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഡെയിലി ഇടയ്ക്കിടയ്ക്ക് വിഷൻ ബോർഡ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് മാറ്റങ്ങളും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കൊണ്ടുവരാം. സോ ഇതൊക്കെയാണ് സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.